ഇനി എന്നെ എന്തൊക്കെ ചെയ്ത് കളയുമെന്ന് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ. എനിക്ക് പറയാനുള്ളത് ഞാൻ എവിടെ ഇരുന്നാലും സ്ട്രോങ് ആയിട്ട് ഞാൻ സംസാരിക്കാൻ, ആസ് ലോങ് ആസ് ഐ ഹവ് നോട്ട് ഡൺ എനിത്തിങ് റോങ് ഐ വിൽ. അഖിൽ തിരുത്തി പറഞ്ഞിട്ടുണ്ട്. തിരുത്തി പറച്ചിൽ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. വെള്ളപൂശലും വളച്ചൊടിക്കലും അത് സ്ഥിരമായിട്ടുള്ളതാണ്. ഏഷ്യാനെറ്റിന്റെ ഒരു മേളിലിരിക്കുന്ന ഒരാളുടെ മകളുടെ അല്ലെങ്കിൽ മകന്റെ കല്യാണത്തിന്റെ വിഷയമാണ് പറയുന്നതെങ്കിൽ ഞാൻ ആ കല്യാണത്തിന് പോയിട്ടില്ല. ഇത് പേഴ്സണലായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. ഇതിപ്പോൾ നാദർ എന്നോട് വഴക്ക് കൂടിയാലും എനിക്ക് പ്രശ്നമില്ല. വിന്നർ ആവുകയാണെങ്കിൽ ഒരു ഷെയർ അല്ലെങ്കിൽ ഒരു എമൗണ്ട്, സർട്ടൻ എമൗണ്ട് നാദരയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീസൺ 1 മുതൽ സീസൺ 6 വരെയുള്ള സ്ത്രീകൾക്കെതിരെയായി ആ ഒരു കമന്റ് എന്ന് പറയുന്നത് അഖിലിന്റെ വാഗുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ്. ഞാൻ എല്ലാം അറിഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ ഒരു ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഓഡിറ്റിംഗ് രീതിയിൽ പൊക്കോട്ടെ. റെമ്യൂണറേഷൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിച്ചു. അതിൻ്റെ ഇടയ്ക്കാണ് ശോഭ ഈ കാര്യം പറഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സബ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, ഈ ശോഭ ഇപ്പോൾ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് ഈ അഖിൽ പുറത്തു പോയി, അതായത് അവിടെ നിന്ന് ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്ന് പുറത്തു പോയിട്ട് ഇല്ലെങ്കിൽ ഉള്ളിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അതിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെന്നാണ്. അതിൻ്റെ അർത്ഥം അഖിൽ പറയുന്ന വാദങ്ങളെ ന്യായീകരിക്കലാണ് ഇപ്പോൾ ശോഭ നടത്തുന്നത്. എന്താണെന്ന് വെച്ചാൽ മാനിപ്പുലേഷന് സാധ്യതകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റെമ്യൂണറേഷൻ്റെ ഈ പറയുന്ന രീതിയിലുള്ള ശതമാനം ചോദിക്കാനോ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പങ്ക് ചോദിക്കാനോ ഉള്ളൊരു സാധ്യതയുണ്ട്. അത് അവിടുന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം ഈ പറഞ്ഞ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അത് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. മനസ്സിലായില്ലേ? ബിക്കോസ് ഇത്രയും ഒരു 5 സീസൺ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഒരു സപ്പോർട്ട് ചാനലിൻ്റെ ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് കിട്ടിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് വേറെ ഉണ്ടാവില്ല. ബിക്കോസ് ഇത് പല പല ഇൻസിഡൻറ്റ് എടുത്താൽ തന്നെ അറിയാം. ഇപ്പോൾ റോബിനെ പുറത്താക്കിയിട്ടുണ്ട് ഒരു ഫിസിക്കൽ അസോൾട്ടിൽ. എന്തുകൊണ്ട് ജുനൈസിൻ്റെ കേസിൽ അഖിലിനെ പുറത്താക്കിയില്ല? എൻ്റെ കേസിൽ വനിതാ കമ്മീഷൻ വരെ കേസ് എടുക്കാനിരുന്ന റെഡിയായിരുന്ന സമയത്ത് റനീഷയുടെ ഒരു കാര്യം പറഞ്ഞ് എൻ്റെ വായ അടപ്പിക്കാൻ നോക്കി, അല്ലെങ്കിൽ എന്നെ പ്രഷറൈസ് ചെയ്ത് അഖിലിനൊരു ക്ഷമ കൊടുത്തൂടെ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നില്ലേ? അന്ന് ശരിക്കും കൊണ്ടുവന്നു. സംഭവിച്ച പക്ഷെ എന്താണ്, അന്ന് അവിടെ പറഞ്ഞത് എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ്. പുള്ളിക്കാരൻ അതിനകത്തുള്ള കാര്യമല്ല എടുത്ത് പറഞ്ഞത്. പുറത്ത് പറ്റിച്ചും സുഖിപ്പിച്ചും ജീവിക്കുന്ന ഒരു നിങ്ങളെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒരു കമ്മ്യൂണിറ്റീനെയും കൂടിയാണ് അത് ബാധിച്ചത്. ബിസിനസ്സുമായിട്ട് ബാധിച്ചു. മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിഫോമേഷൻ മാത്രമല്ല കോമ്പൻസേഷൻ ചോദിക്കണം. ബിക്കോസ് എനിക്ക് ഇതും നഷ്ടം വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ അവിടെ ക്ഷമിച്ച ശോഭ ഫ്രണ്ട്ഷിപ്പിന്റെ സന്ദേശമാണെന്ന് ശോഭ തന്നെ പറയുന്നുണ്ട്. നിങ്ങളുടെ സീസൺ അവിടെ ക്ഷമിക്കുകയും പുറത്തിറങ്ങുമ്പോൾ അതും മനോഹരമായിട്ട് അകത്ത് തന്നെ വെച്ചിട്ട് ഹഗ് ചെയ്തൊക്കെ മഞ്ഞുരുകുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും പിന്നെ കുറച്ചൊരു കളിതമാശകളൊക്കെ ആയിട്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് പിന്നെ പുറത്ത് ഇതേപോലെ അഖിലിന്റെ വീട്ടിലേക്കൊക്കെ പോകുന്ന രീതിയിൽ അത് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നിങ്ങളൊക്കെ ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ വന്നിട്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനകത്ത് എവിടെയൊക്കെയോ ക്ഷമിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ശോഭയ്ക്കുള്ളിലുള്ളതായിട്ടാണ് തോന്നുന്നത്. എനിക്ക് തോന്നി എന്താണെന്നറിയോ? ബിക്കോസ് അഖിലിന്റെ ഒരു വാചകമാണ് ഞാൻ ഇത് പറയാൻ കാര്യം. അഖിലിനെ അരഞ്ചാം നോക്കിയിട്ട് ഏഷ്യാനെറ്റ് നോക്കിയിട്ട് തൂക്കിക്കളയാൻ പറ്റിയിട്ടില്ല. ഏഷ്യാനെറ്റിന് വേണമെങ്കിൽ അങ്ങനെ തൂക്കി കളയാൻ പറ്റാത്ത ഒരാളാണോ, ഒരു കണ്ടസ്റ്റന്റ് ആണോ? വേണമായിരുന്നെങ്കിൽ ഇത്രയും ഒരു 4 വിഷയം മധുവിന്റെ തുടങ്ങി ഈ പറഞ്ഞ ലാസ്റ്റ് ഹെൽത്ത് ഇഷ്യൂ വന്നത് വരെ ഇത്രയും ഇഷ്യൂവിൽ തൂക്കിക്കളയാൻ പറ്റാത്ത അവസരമായിരുന്നു അല്ലല്ലോ. അപ്പോൾ എൻ്റെ ഇഷ്യൂവിലാണെങ്കിൽ പോലും ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഉള്ളിലെ മാനസികാവസ്ഥ എനിക്ക് പറയാൻ പറ്റില്ല. ഹൗസിനകത്ത് ഭയങ്കര അൺഫെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അയാളോട് ക്ഷമിച്ചത് ശോഭ കൂടിയല്ലേ? ആണ്. പക്ഷെ എന്നെ ആ ഒരു പ്രഷറിൽ വന്നിട്ട് തന്നെയാണ് എനിക്കത് ചെയ്യേണ്ടി വരികയായിരുന്നു. ആ സാഹചര്യത്തിൽ ചാനൽ കുറച്ചും കൂടി എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ വ്യക്തിക്ക് അഗെയിൻസ്റ്റ് കേസ് എടുക്കണം എന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ അത് മാറ്റി എല്ലാവരും കൂടി അങ്ങനെ ഒരു കോർണർ ചെയ്ത് അങ്ങനെ ഒരു ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കാക്കി പുള്ളിക്കാരൻ ക്ഷമിക്കാനും റെഡി ആകുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ എന്താ പറയുക, ഒരു അവസരം കൂടെ കൊടുക്കുക എന്നുള്ളൊരു ഇതിലേക്കായി, ക്ഷമിക്കുക എന്നുള്ളൊരു പോയിന്റിലേക്കായി. ഇപ്പൊ ഞാനും വിചാരിച്ചപ്പോൾ ഒബ്വിയസ്ലി ഒരു കണ്ടസ്റ്റന്റ് ഞാൻ കാരണം പുറത്ത് നാളെ പോണ്ട, ഒരു അവസരം കൂടെ കൊടുത്തൂടെ, ഞാനും വീണ്ടും ചിന്തിക്കേണ്ടി വന്നു. മനസ്സിലായില്ലേ? അപ്പം പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഒബ്വിയസ്ലി എന്നെ അത് ഭയങ്കരമായിട്ട് പുറത്തിറങ്ങുന്നതിന് മുമ്പേ എൻ്റെ ഫ്രണ്ടും ഫാമിലി റൗണ്ടിൽ വന്നപ്പോഴാണ് അത് ബിസിനസ്സിനെയും കൂടി ഭയങ്കര രീതിയിൽ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിയുന്നത്. അപ്പോൾ എന്താ പറയുക, അതിനെക്കുറിച്ച് ഇപ്പം ഞാനത് സംസാരിച്ചിട്ടും കാര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ സപ്പോർട്ട്
ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ എനിക്ക് അൺഫെയർ ആയിട്ട് തോന്നി. എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അന്ന് കൂടെ നിന്നത് അഖിലിന്റെ കൂടെയാണ്. അപ്പം ഒരിക്കലും അങ്ങനെ എടുത്ത് പറയരുത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അല്ലെങ്കിൽ ഇത് ഡിസ്കസ് ചെയ്യേണ്ട വിഷയമേ അല്ല. അന്ന് ക്ഷമിച്ച, അങ്ങനെ ഒരു അവസ്ഥയിൽ പോലും ക്ഷമിക്കാൻ കഴിഞ്ഞ ശോഭയെ ഇപ്പൊ എന്താണ് ട്രിഗർ ചെയ്തിരിക്കുന്നത്? ഇത് ഈ പറഞ്ഞ കാര്യം പറഞ്ഞില്ലേ, അഖിലിന് എടുത്ത് തൂക്കി മാക്സിമം ശ്രമിച്ചതാണ് ഷോയിൽ നിന്ന് എടുത്ത് കളയാൻ വേണ്ടിയിട്ട്. എന്നിട്ടും പിടിച്ചു നിന്നു എന്ന് പറഞ്ഞ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. അന്ന് ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ കളഞ്ഞേനെ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റവസരങ്ങൾ കോംപ്രമൈസ് ചെയ്താണ് വിട്ടത്. എൻ്റെ കാര്യം വിട്ടേക്കൂ. ഇതുപോലെ ഞാൻ പറയാനുള്ള അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ടാസ്കിൻ്റെ ഇടയിൽ, ഗെയിംസിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടികളും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരു കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ആ പാവ ടാസ്കിൻ്റെ സമയത്ത് സാഗർ ചെയ്ത ഒരു കാര്യത്തിന് കിട്ടിയത് എനിക്കും സെറീനയ്ക്കുമാണ്. എൻ്റെ കയ്യിൽ സ്വെല്ലിങ്ങും നീരും അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പരാതിയില്ലായിരുന്നു. ബിക്കോസ് അതൊരു ഗെയിമാണ്, ഗെയിമിൻ്റെ പാർട്ടായിട്ടാണ്. പക്ഷെ അത് തന്നെയാണ് ഇപ്പം പുറത്തിറങ്ങിയിട്ട് അഖില് ചെയ്തതും. അതായത് ഒരു ഇതിന് വേണ്ടിയിട്ട് ടാർഗറ്റ് ചെയ്തപ്പോൾ കൊണ്ടത് മറ്റുള്ളവർക്കാണ്. മനസ്സിലായില്ലേ? ഇന്നസെന്റ് ആയിട്ടുള്ള സെറീനയും എന്നെയും പോലെയുള്ള ലൈക്ക് ആ ഗെയിമിൽ ഞങ്ങൾക്ക് കൊണ്ടതുപോലെ തന്നെയാണ് ഇന്ന് സമൂഹത്തിലെ ഈ പറഞ്ഞ നമ്മുടെ കണ്ടസ്റ്റൻസിന്, വിമൻ കണ്ടസ്റ്റൻസിന് എല്ലാരെയും ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റിന് ശേഷം അഖിൽ തിരുത്തി പറഞ്ഞിട്ടുണ്ട്, ഇത് എല്ലാവരും ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതല്ല, ഇത് നിങ്ങളാരും വന്നിട്ട് ഇതിങ്ങനെ ആവേണ്ട കാര്യമില്ല, നിങ്ങളാരും പ്രതികരിക്കേണ്ട കാര്യമില്ല, അപ്പൊ നിങ്ങൾ അതിനകത്തുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലേക്ക് മാറിയിരുന്നു. ഈ പറഞ്ഞ പോലെ തിരുത്തി പറച്ചിൽ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ നമ്മള്. ബിഗ് ബോസിനകത്തും പുള്ളിക്കാരൻ അത് ചെയ്തിട്ടുണ്ട്. വെള്ളപൂശലും വളച്ചൊടിക്കലും അത് സ്ഥിരമായിട്ടുള്ളതാണ്. ആദ്യത്തെ വീഡിയോയിൽ അതാണ് ആദ്യത്തെ. പക്ഷെ അപ്പോഴത്തേക്ക് ഡാമേജ് കഴിഞ്ഞല്ലോ അല്ലേ, വന്നു കഴിഞ്ഞല്ലോ അല്ലേ. അപ്പൊ ഞങ്ങൾ കേട്ടതും നമുക്ക് എഗെയിൻസ്റ്റ് വന്നതും നമ്മുടെ ഓരോ ബ്രാൻഡ്സിന് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നതിന്റെ അണ്ടറിൽ വന്ന് ഈ പറഞ്ഞ വൾഗർ കമന്റ്സും സ്ലട്ട് ഷേമിങ്ങും ഹാറാസ്മെന്റും നമ്മൾ അത്രയും സമയം നമ്മൾ അനുഭവിച്ചില്ലേ. അഖില് എന്ന് പറഞ്ഞ വ്യക്തി കാരണമല്ലേ ഇത്രയും ഫെലോ കണ്ടസ്റ്റൻസിന് അത് അനുഭവിക്കേണ്ടി വന്നതും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും അത് അനുഭവിക്കും. ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? എത്ര അല്ലാന്ന് ഇപ്പൊ തന്നെ മാറ്റി 3-4 വീഡിയോ കഴിഞ്ഞ അവസാനം പറയുന്നു സീസൺ 5 ഒരു കണ്ടസ്റ്റൻസിനെയും പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ വന്നിട്ടില്ല 100%, അങ്ങനെ ഇത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. എന്ന് പറഞ്ഞ് ഈ വന്നതും നമ്മൾ ആ സമയത്ത് അനുഭവിച്ച ട്രോമയും അത് മാറ്റാൻ പറ്റുമോ? ഇനിയും ആൾക്കാർ പറയും. ഇനി അടുത്ത് നമ്മളൊരു എന്താ പറയുക, അടുത്തിനി അൾട്ടിമേറ്റ് വരാം, അല്ലെങ്കിൽ ചാനലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ചിലപ്പം ഈ സീസൺ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ സീസൺ തന്നെ നമ്മൾക്ക് ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മളെ വിളിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി നിൽക്കുമ്പോൾ? അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അടുത്തിനി അൾട്ടിമേറ്റ് വരികയാണെങ്കിൽ നമ്മൾ ഇൻ കേസ് നമ്മളെ വിളിച്ചാൽ പോലും അവർ പറയില്ലേ വേറൊരു അർത്ഥത്തോടെയാണ്. നേരത്തെ ഒരു ചെക്ക് വെക്കുന്നത് പോലെയാണത്. പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു സീസൺ 1 വർഷത്തേക്കാണ് മാക്സിമം അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അതെല്ലാവർക്കും അറിയാം അല്ലെ, ഒരുവിധം. ഇപ്പം നമുക്ക് മനസ്സിലായി. ഇപ്പം ഏത് കണ്ടസ്റ്റൻസ് എടുത്താലും അടുത്ത സീസൺ വരുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി അടുത്ത ഹീറോസും അടുത്ത ഷീറോസും അടുത്ത ഒരു പറ്റം ആൾക്കാർക്കായിരിക്കും ആ ഒരു ഫോക്കസും അറ്റൻഷനും പോകുന്നത്. അപ്പം ഈ ഒരു വർഷം കഴിയാറായി. അപ്പം അതൊരു ചെറിയൊരു പബ്ലിസിറ്റിക്കോ വട്ടെവർ അത് നീഡ്സോ മോണിറ്റൈസ് ഇതൊക്കെ ഇന്ന് ഇന്റർവ്യൂ വന്ന് ഞാൻ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്നലെ ഒരു ലൈവ്, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഒരു ചാനലിന് തന്നെ, ന്യൂസ് ചാനലിന് തന്നെ ഞാൻ പോയി പറഞ്ഞത്. ബിക്കോസ് എനിക്കിത് വിറ്റ് ഒരു മോണിറ്റൈസ് ചെയ്ത് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴും ഒരു 5 രൂപ പോലും മേടിക്കാതെ തന്നെയാണ് ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത്. ബിക്കോസ് എൻ്റെ കമ്മ്യൂണിറ്റീനെ ഞാൻ റെപ്രസെൻ്റ് ചെയ്താണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് വേണ്ടിയിട്ടും ഞാൻ ശബ്ദിക്കുന്നുണ്ട്. എനിക്ക് എന്നെ പോലുള്ളവർക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ അഖിൽ പറഞ്ഞ പോലെ വിക്ടിമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇത് ചെയ്യണം. ഞാൻ ആ 2 പേർക്കും എന്ന് വെച്ചാൽ മറ്റേ കുട്ടീനെ എനിക്ക് കിട്ടിയിട്ടില്ല, അതിലൊരു കുട്ടീനെ ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണോ ആ കുട്ടിക്ക് ഹെൽപ്പ് വേണ്ടത്, എൻ്റെ വരെ അത് നിൽക്കും എന്നുണ്ടെങ്കിൽ ഞാൻ നിൽക്കാം. പക്ഷെ അങ്ങനെ മുമ്പോട്ട് വരാൻ റെഡിയല്ല. സെബിൻ അഖിലിന് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു കാര്യത്തെ സംബന്ധിച്ച് സംസാരിച്ചതിന്, സെബിനെ പറ്റിയിട്ട് സംസാരിച്ചതിനോ അല്ലെങ്കിൽ എന്താണോ അഖിൽ ഉയർത്താൻ ശ്രമിച്ച കാര്യത്തിന് ഒരു സപ്പോർട്ട് കിട്ടും പോലെയാണ് സെബിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കമൻറ്റ് വന്നത്. സെബിൻ പലതും ഇനിയും വെളിപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ ഈ സെബിൻ്റെ കാര്യത്തിൽ സംഭവിച്ച ഞാൻ ബിഗ് ബോസിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടയേർഡായിട്ട് ആ മനുഷ്യൻ മാറുന്നു, ഒരു സ്ഥലത്ത് പോയിരുന്ന് കരയുന്നു, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് തന്നെ സങ്കടം തോന്നിയ അവസ്ഥകളിലൂടെയൊക്കെ വന്നിട്ട്, കാരണം നല്ല ഫയറോടുകൂടി കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ആ സെബിൻ്റെ ഹാലുസിനേഷനെ പറ്റി പറയുന്നുണ്ട്. ആ സെബിൻ്റെ ഒരു മാറ്റം
ആക്ച്വലി അതിനകത്തൊരു സ്വാഭാവികമായി സംഭവിച്ചതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അത് സെബിനാണെങ്കിൽ വെളിപ്പെടുത്തേണ്ടത് ഇതിനെ സംബന്ധിച്ച്. അതിനെ സംബന്ധിച്ചൊരു കമൻറ്റ് അഖിൽ ഇട്ടിരിക്കുന്ന കമൻ്റ് എന്ന് പറയുന്നത് ഈ തരത്തിൽ മെഡിസിൻ കൊടുത്തിട്ട് അയാളെ ഭ്രാന്തനാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു കമൻ്റ് ഉണ്ട്. ആ കമൻറ്റ് വളരെ ഷോക്കിംഗ് ആണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ബിഗ് ബോസിനകത്ത് നിന്നവർക്ക് അറിയാൻ പറ്റും ബിഗ് ബോസിനെ കുറിച്ച്. അതിലെന്താണ് അഭിപ്രായം? എൻ്റെ സീസണിനെ പറ്റി ഞാൻ പറയാം. അങ്ങനെ ഒരു മെഡിസിൻ പോലും പ്രോപ്പർ ഒരു ഇതില്ലാതെ ഞങ്ങൾക്ക് തരാറില്ല. ഇപ്പം നമ്മൾ കൊണ്ടുപോകുന്ന മെഡിസിൻ പോലും ഞങ്ങളുടെ ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ അതിനകത്ത് കൊടുത്തില്ലെങ്കിൽ അവരതിനകത്ത് കയറ്റത്തുമില്ല. അപ്പം അങ്ങനത്തെ കുറേ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറേ, ഞാൻ പറഞ്ഞില്ല, ഈ ഇന്റർവ്യൂ മുതൽ, അതായത് ട്രാൻസ്പെറൻസി, അതായത് അത്രയ്ക്ക് പ്രൊഫഷണലിസം ഞാൻ കണ്ടതിൽ ഉണ്ടായിരുന്നു. ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതാണെങ്കിലും അതുപോലെ തന്നെ ഇന്റർവ്യൂ ആണെങ്കിലും ഇതുപോലെ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ പോയിരുന്നാണ് 8-10 ആൾക്കാർ ഇൻക്ലൂഡിങ് വിമൻ അടങ്ങുന്ന പാനലിസ്റ്റുകളാണ്. അതിനകത്ത് നല്ല രീതിയിൽ നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലും ഒക്കെ നമ്മളെ ഇത് ചെയ്ത് മാക്സിമം നമ്മളെ ട്രിഗർ ചെയ്ത് നമ്മുടെ ഒരു മെന്റൽ കപ്പാസിറ്റി ഒക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഫിൽട്ടർ ചെയ്ത്. എത്ര സെലിബ്രിറ്റി ആണെങ്കിൽ പോലും ഇതൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ്, പ്രോസസ്സ് കഴിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഈവൻ മെഡിസിന്റെ കാര്യം പോലും, അല്ലെങ്കിൽ മെഡിക്കൽ റൂമിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എന്താണ് സംഭവിക്കുന്നത് മാക്സിമം അവർ നോക്കും, അവിടെ തന്നെ അത് നമ്മൾ ക്യൂർ ചെയ്യാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മളെ പുറത്തേക്ക് പോകത്തുള്ളൂ. അപ്പം അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവണമെങ്കിൽ അവർക്ക് തന്നെ അത് തോന്നിയിട്ടുണ്ടാവില്ലേ? അല്ലെങ്കിൽ ബിക്കോസ് സിബിന്റെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് കാരണമായിരിക്കും. ഞാൻ അത് കണ്ടതാണ്. അതിനകത്ത് എന്നെ തുറന്നു വിട്ടില്ലെങ്കിൽ ഞാൻ പലരെ അടിക്കും എന്നൊക്കെയുള്ള പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കൊണ്ടായിരിക്കാം മെഡിക്കൽ കൺഫ്യൂഷൻ റൂമിൽ പോയ സിബിന്റെ ആവശ്യപ്രകാരമായിരിക്കും പുറത്തേക്ക്, ലൈക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയതും. അതുപോലെ സിബിൻ പറഞ്ഞത് ഓൺലൈൻ വന്ന് ഒരാള് സൈക്കോളജിസ്റ്റോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷെ അവൻ മെഡിസിൻ കഴിച്ചിട്ടില്ല എന്നാണ്. അപ്പം അതിനകത്ത് കഴിപ്പിച്ചിട്ടല്ല അതിനകത്തോട്ട് വിട്ടത്. അതൊരു റോങ്, ആരെങ്കിലും അങ്ങനെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവൻ കഴിച്ചിട്ടില്ല, മെഡിസിൻ കഴിച്ചിട്ടില്ല. കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അത് അവനോട് തന്നെ ചോദിച്ചറിയണം. ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവാം. അതിനുശേഷം പ്രതികരിച്ച ഒരു ബാക്കി ഭാഗം എന്താണെന്ന് വെച്ചാൽ, നോർമലി തന്നെ ഷോയിൽ തുടരണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നോർമലി തന്നെ അങ്ങനെ ഷോയിൽ തുടരണമെന്ന് ആഗ്രഹിച്ചപ്പോഴാണ് അവർ അൺഫെയർ ആയിട്ട് പുറത്താക്കിയെന്നുള്ള ഒരു വാദത്തിലാണ് സിബിൻ നിൽക്കുന്നത്. എനിക്ക് സിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു 10 to 18 years ആയിട്ട് എനിക്ക് സിബിനെ അറിയാം. കൊറിയോഗ്രാഫറായ സജനാത്തയുടെ ടീമിൽ ഉണ്ടായിരുന്ന കാലം, ബിക്കോസ് ട്രിവാൻഡ്രത്താണല്ലോ. അപ്പം അന്ധകാലം മുതലേ എനിക്ക് സിബിനെ അറിയാം. ഭയങ്കര വൈബ്രന്റ് സ്മാർട്ടായിട്ടുള്ള ഒരു യങ് ഫെലോ തന്നെയാണ്. അപ്പം ഇതിലേക്ക് വന്നപ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ലൈക്ക് അതും ഒരു വൈൽഡ് കാർഡായിട്ട് വന്ന് ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെയായിരുന്നു കളിച്ചിരുന്നത്. ഫുൾ സപ്പോർട്ട് ഈ പറഞ്ഞ പോലെ ജിൻഡോനും ജാൻമണിക്കാണെങ്കിലും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എനിക്ക് കുറേ പേര്, അർജുൻ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു, പൂജ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് കുറേ പേര്, ജാസ്മിൻ പോലും ലൈക്ക് സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്ന് വെച്ചാൽ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ് അതിനകത്ത്. അപ്പം അതുപോലെ തന്നെ വൈൽഡ് കാർഡായിട്ട് കയറി വന്ന് ആ ലെവലിൽ നിൽക്കണമെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അങ്ങനെ എടുത്ത് പറയുകയാണെങ്കിൽ റിയാസിന്റെ സീസണിൽ റിയാസ് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ട് ഒരു മാർക്ക് ഇട്ട ഒരാളാണ്. അപ്പൊ അതുപോലെ തന്നെ മാർക്ക് ഇടാനുള്ളൊരു നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ഒരു പ്ലെയർ, ഗെയിമർ തന്നെയായിരുന്നു. അത് ഇങ്ങനെ സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ അതൊരു ബാഡായിട്ട് തന്നെ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അത് വാട്ട് എവർ റീസൺ, അത് ജെനുവിൻ ആയിട്ടുള്ളൊരു റീസൺ കൊണ്ടാണ് പോയെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ ആണെങ്കിൽ അതൊരു അൺഫെയർ തന്നെയാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്. അപ്പൊ അതിൽ അന്വേഷിക്കണം അത് എന്താണെന്നുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിനെ നിങ്ങളിപ്പോൾ പിന്തുണച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പക്ഷം ഏഷ്യാനെറ്റിനെ എതിർത്ത് നിൽക്കുന്നവരുടെ പക്ഷത്തുള്ളവരാണ്. ഇങ്ങനെ രണ്ട് പക്ഷമായിട്ടാണോ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്? അത് ഇതിൻ്റെ ശരിക്കുള്ള ഫോക്കസ് പോയിന്റിലേക്ക് നമ്മൾ ഈ വിഷയത്തെ കൊണ്ടെത്തിക്കലാണോ വേണ്ടത്? ഇപ്പോൾ ശോഭ തന്നെ ടെലിവിഷനിലിരുന്ന് സംസാരിക്കുമ്പോൾ സ്കാറ്റേഡ് ആയിട്ടാണ് ശോഭ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. കാരണം വിഷയത്തെ ഫോക്കസ് ചെയ്യാതെ ശോഭയ്ക്ക് ശോഭയുടേതായ സീസണിൽ സംഭവിച്ച ചില കാര്യങ്ങൾ കൂടെ പറയാൻ അതിനൊരു വേദിയായിട്ട് കൂടി ആ ടെലിവിഷനിൽ ഇപ്പോൾ ന്യൂസ് 18 സംസാരിച്ചത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ പറയാം. അതായത് ഞാനിത് കയറുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടായിരുന്നു. അപ്പം കുറേ ആക്വിസിഷൻസ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പല മീഡിയയിൽ വരുന്നത് കണ്ടപ്പോഴത്തേക്ക് എനിക്കത് പറയണം, അതല്ല സംഭവിച്ചത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള എൻ്റെ ഉള്ളിൽ അത് കയറി. ഒബ്വിയസ്ലി നമ്മൾ അതെല്ലാം വിട്ടിട്ട് കളഞ്ഞിട്ട് 1 വർഷമായിട്ട് നമ്മൾ പീസ്ഫുള്ളി ഈ കിട്ടിയ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ഈ കിട്ടിയൊരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അതൊരു ഫെയിമിനെയും കാട്ടിയത് ഒരു സ്നേഹമാണ്. ഇപ്പൊ എവിടെ പുറത്ത് പോയാലും ആൾക്കാരുടെ ഒരു റെക്കഗ്നിഷൻ, സ്നേഹമാണ്. ഞാൻ പറഞ്ഞ റെക്കഗ്നിഷനും കൂടെ ഒരു എന്താ പറഞ്ഞ വല്ലാത്തൊരു
നമ്മൾ ഇത്രത്തോളം അർഹിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോലും. അത്രത്തോളം ഒരു കെയറും സ്നേഹമാണ് നമുക്ക് കിട്ടുന്നത്. അത് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒറ്റയടിക്കാണ് ഇങ്ങനെ ഒരു ബാഡ് ഒരു ഇതിലേക്ക് നമ്മളെ തള്ളിയിടുന്നത്. മനസ്സിലായില്ലേ? ആ തള്ളിയിടുന്നത് മാത്രമല്ല, അതിലൊരു എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ശരി, കാര്യം ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ കൂടെ നിൽക്കാൻ റെഡിയാണ്. പക്ഷെ അതിനുള്ള ക്ലാരിറ്റിയോടെ സംസാരിക്കാത്ത പക്ഷം ഈ പറഞ്ഞ പോലെ എല്ലാവരിലും അതൊരു കൊടുവാള് തന്നെയാണ് ഓരോരുത്തരുടെ തലയിൽ നിൽക്കുന്നത്. അത് കെയർ ചെയ്യാതെ ഇരിക്കാം. ഇപ്പൊ എന്നാലും എൻ്റെ സൈഡ് എനിക്ക് പറയണം എന്ന് തോന്നി. ഞാൻ അതുവരെ ബിക്കോസ് ഞാൻ 3 ദിവസം ഞാൻ പിടിച്ചിരുന്ന ഒരാളാണ്. സൈലൻസ് ഞാൻ കീപ്പ് ചെയ്ത് ഒരുപാട് പേര് എന്നെ വിളിച്ചിരുന്നു. കണ്ടസ്റ്റൻസ് ഒരുപാട് പേര് അവർക്ക് ഒരു കേസായിട്ട് തന്നെ മുമ്പോട്ട് പോകണം എന്ന് പറഞ്ഞ് പലരും എന്നെ വിളിച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ദേവു എന്നെ വിളിച്ചിട്ടുണ്ട്. ബിക്കോസ് ദേവും ഞാനും അധികം സംസാരിച്ചിരുന്ന ആളല്ല. ഈ ഒരു കാരണം പറഞ്ഞ്, അതായത് സംസാരിക്കാതിരുന്ന 2 പേര് പോലും ഈ ഒരു കാരണം പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. ബിക്കോസ് ഓൺലൈൻ, അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ദേവു. അപ്പൊ അതൊരു അന്നമാണ് അവൾക്ക്. അപ്പൊ അതിൽ കയറി ഇങ്ങനെ അതിന് ഒരുപാട് എഫക്റ്റ്. അപ്പൊ ഒരുപാട് പേരുടെ മാനസികമായിട്ട് മാത്രമല്ല പ്രൊഫഷനെ അത് ബാധിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് ബാഡ്, റൈറ്റ്? അപ്പൊ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ സംസാരിച്ചത് വന്ന്. ഇനി എത്ര ത്രെറ്റ് അല്ല, ഇനി എന്തൊക്കെ വന്നാലും, ഇനി എന്നെ എന്തൊക്കെ ചെയ്ത് കളയുമെന്ന് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ. എനിക്ക് പറയാനുള്ളത്, ഞാൻ എവിടെ ഇരുന്നാലും സ്ട്രോങ് ആയിട്ട് ഞാൻ സംസാരിക്കാൻ, ആസ് ലോങ് ആസ് ഐ ഹവ് നോട്ട് ഡൺ എനിത്തിങ് റോങ്, ഐ വിൽ. അത് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അറിയാലോ. എൻ്റെ ഞാൻ കേസിന്റെ വിഷയത്തിലാണെങ്കിൽ അവരൊക്കെ കോടീശ്വരന്മാരാണ്. ഒരുപാട് അങ്ങനത്തെ ആൾക്കാരുടെ ഓപ്പോസിറ്റും, അതുപോലെ ഗോവയിൽ പോയി ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിലും മാഫിയുടെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ അത് നേടിയെടുത്ത ഒരു കാര്യമാണ്. ആ ഒരു ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന സ്ട്രെങ്ത് ആൻഡ് കറേജ് എന്ന് പറയുന്നത്. അത് ഇങ്ങനത്തെ ഓരോ കാര്യത്തിൽ ഞാനിപ്പോൾ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എപ്പോൾ സംസാരിക്കാൻ പോകുന്നു? ഇപ്പോൾ ജാൻമണിയുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അഖിൽമാരെ കമൻറ്റ് ചെയ്തതിനകത്ത് ഒരു മോശം ഒരു കാര്യം ഉണ്ടായി. എനിക്ക് തോന്നുന്നു ഒരു അഖിൽ തന്നെ ആ വിഷയത്തിൻ്റെ ഫോക്കസ് നഷ്ടപ്പെടുന്ന രീതിയിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ കമൻറ്റ് വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അയ്യോ, അത് എനിക്ക് അത്ഭുതം എന്നല്ല, ഒരാളെ പറ്റി, ഒരു വ്യക്തിനെ, എന്തോ ആട്ടെ, അത് ട്രാൻസ് വുമൺ ആവട്ടെ, ഒരു ഹ്യൂമൻ ബീങ്ങിനെ പറ്റി എങ്ങനെ ഇത് പറയാൻ തോന്നും? ഒരു പ്രൊഫഷനെ പറ്റി, ഒരു കമ്മ്യൂണിറ്റീനെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതായത് ആർട്ടിസ്റ്റിന്റെ ഇലനക്കി എച്ചില് കഴിക്കുന്ന ശോഭ, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നത് എടുക്കുകയാണ് കേട്ടോ. ആ സെൻറ്റൻസ് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് ഗൗരവമുള്ള കാര്യമാണ്. ആർട്ടിസ്റ്റുകളുടെ എച്ചിൽ തിന്ന് ജീവിക്കുന്നവരുടെ ക്ലാസ് കൊണ്ട് എൻ്റെ അടുത്ത് വന്നാൽ തപ്പിത്തടഞ്ഞ് പറയുന്ന മലയാളം പോലും പിന്നെ വായിൽ നിന്ന് വരില്ല എന്നാണ്. സിനിമ സെറ്റിൽ ചെന്നാൽ ആർട്ടിസ്റ്റുകളുടെ വിയർപ്പ് തൂത്ത് നടക്കുന്ന മണിക്ക് ആ സിനിമ ഉണ്ടാക്കിയെടുക്കുന്ന എഴുത്തുകാരൻ്റെയും സംവിധായകൻ്റെയും 7 അയലത്ത് വന്ന് നിൽക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇതിവിടെ ഈ കമൻറ്റ് വായിക്കുന്നതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഡിലീറ്റ് ചെയ്യപ്പെട്ട ഒരു കമൻ്റാണ്. പക്ഷേ ഇങ്ങനെയാണ് പ്രതികരണം പോകുന്നത്. അത് കഴിഞ്ഞിട്ട് തിരുത്തൽ വരുമ്പോഴത്തേക്കും ഇത് പ്രചരിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പം അതെനിക്ക് കിട്ടിക്കഴിഞ്ഞു എന്നുള്ളത് കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കമൻറ്റ് വായിച്ചത്. ഇത് ഗൗരവമുള്ളൊരു കാര്യമാണ്, വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ കുഞ്ഞിലെ മീൻ വിറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ മാങ്ങ വിറ്റിട്ടുണ്ട്, അതൊക്കെ ചെയ്തൊരു വ്യക്തി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല. ബിക്കോസ് എല്ലാ തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട്, നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത് ഇതാണ്. ഇപ്പം ഞാൻ എൻ്റെ സാരി എന്ന് പറഞ്ഞ് എന്നെ കുറേ കളിയാക്കാറുണ്ടല്ലോ. എൻ്റെ കൂടെ ഉള്ള സ്റ്റാഫ്, ക്ലീനിങ് സ്റ്റാഫിൻ്റെ സാരി കൊടുത്ത് ഞാൻ അവരെനിക്കൊരു ഇൻസ്പിറേഷൻ ആണെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരെയും, ഓരോ ജോലിക്കും അതിൻ്റെതായ മാന്യത. അതിന് ഇങ്ങനെ ഒരു ടാഗ് കൊടുത്തത് അത് ഭയങ്കര ഒരു തെറ്റ് തന്നെയാണ്. അത് ആൾക്കത് വിനയായിട്ട് വരും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയായിരിക്കും പറഞ്ഞ എന്നാൽ അതിൽ നിൽക്കണം. അത് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത് എന്തിനാണ്? അല്ല, അത് പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് കരുതാം. തെറ്റുപറ്റിയാൽ തിരുത്തണമല്ലോ. അതിന് അപ്പോളജൈസ് ചെയ്തോ, അത് അങ്ങനെയാണ് തിരുത്തേണ്ടത്. അല്ലാതെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരാളെ ഇട്ടിട്ട് ആ കമന്റ് എടുത്ത് ഡിലീറ്റ് ചെയ്യല്ല. പറഞ്ഞു പോയെന്ന് തിരുത്താണെങ്കിൽ അപ്പോളജി ചെയ്യണം. ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, ക്ഷമിക്കണം. ചെയ്തോ? അത് അഖിൽ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു കാര്യം കൂടെ ഉള്ളത്, ക്ലാരിറ്റി വരുത്തേണ്ട കാര്യം, ബിഗ് ബോസിനകത്ത് പോകാൻ സമയത്ത് ശോഭയുടെ വീട്ടുകാർ ശോഭയെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ വീഡിയോയിൽ തന്നെ ആ കാര്യവും കൂടെ അഖിൽ പറഞ്ഞു പോകുന്നുണ്ട്. അത് ശരിക്കും ശോഭയെ വിടാതിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നോ? ശോഭ ഫോഴ്സ്ഫുള്ളി ആണോ പോയത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ മുമ്പത്തെ സീസണിൽ എന്നെ വിളിച്ചപ്പോൾ കേസിൻ്റെ കാര്യങ്ങളും പലതും കൊണ്ടിട്ട് അവർക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഞാൻ പോകുന്നതിനോട്. അപ്പോൾ പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ അടുത്ത വർഷം ഞാൻ പോയപ്പോൾ എൻ്റെ ഷോ കണ്ടു, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും
ഒരു ഫാമിലി റൗണ്ടിൽ വന്നപ്പോൾ ഇതുപോലെ ഒരു പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ബ്രദർ തന്നെയാണ് അവരെ എയർപോർട്ടിലും കൊണ്ടുവിട്ടത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അന്ന് വന്നത്. അപ്പോൾ ഇത്രയും സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നും അതിനെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നുണ്ട്, ഇന്നും ആ വീഡിയോ എടുത്ത് കാണുന്നുണ്ട്, ഇന്ന് ഞാൻ അത് കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. അപ്പം അത്രയ്ക്ക് പ്രൗഡോട് കൂടിയാണ് ഞാൻ ആ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്നത്, 100 ദിവസം കംപ്ലീറ്റ് ചെയ്ത് വിത്ത് ഓഡിയൻസ് സപ്പോർട്ട് അല്ലേ. അപ്പം അതിനെ ഒരിക്കലും പിന്നെ അത് സപ്പോർട്ട് ചെയ്തില്ല എന്നൊന്നും ഒരിക്കലും പറയരുത്. നമുക്ക് പ്രൂവ് ചെയ്യാം. അതാ ഞാൻ പറഞ്ഞത്, വീണ്ടും വീണ്ടും പറയാണ്, നമുക്ക് പ്രൂവ് ചെയ്യാൻ കിട്ടുന്ന ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. അതിനെ ഒരിക്കലും അതൊരു മൊത്തത്തിലൊരു ബാഡ് ആണെന്നുള്ളൊരു രീതിയിലേക്ക് ആംഗിളിലേക്ക് ആക്കി ദയവ് ചെയ്ത് തീർക്കരുത്. ബിക്കോസ് ഇനിയും എന്നെ പോലെയുള്ള സ്ത്രീകൾക്കും എന്നെ പോലത്തെ കുട്ടികൾക്കും വന്ന് അവരുടെ കഴിവുകളും തെളിയിക്കണം. അതുപോലെ തന്നെ അവർക്ക് പറയാനുള്ള മെസ്സേജ് കൊടുക്കാൻ പറ്റണം ഓഡിയൻസിന്. അതിലൊരു മാറ്റം, സൊസൈറ്റിക്ക് ഒരു മാറ്റം, അതാണ് മെയിൻ കാര്യം. ഒരു ചേഞ്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം ബിഗ് ബോസ് വഴി. റിയാക്ഷൻ വീഡിയോസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ റെമ്യൂണറേഷനെ കുറിച്ച് സംസാരിക്കുന്ന കമ്പാരിസൺ വീഡിയോയിൽ ഒന്നില് ഒരു പ്രമുഖനായിട്ടുള്ള അതിൽ ഷോ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രമുഖനുമായിട്ട് ബന്ധം ശോഭയ്ക്കുണ്ടെന്നും അയാളുടെ ആരുടെയോ മറ്റോ കല്യാണത്തിന് ശോഭ പോയതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഐഡിയ പറയുന്നുണ്ട്. എനിക്കത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല, കാരണം അതിനകത്ത് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്. പക്ഷെ അതേ പറ്റിയിട്ട് എന്താണ് ശോഭയ്ക്ക് അറിയാവുന്നത്, ഇല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഇപ്പൊ പറയുന്ന ഇപ്പം ഏഷ്യാനെറ്റിന്റെ ഒരു ഈ പറഞ്ഞ പോലെ മുകളിലിരിക്കുന്ന ഒരാളുടെ മകളുടെ അല്ലെങ്കിൽ മകന്റെ കല്യാണത്തിന്റെ വിഷയമാണ് പറയുന്നതെങ്കിൽ, ഒന്ന്, ഞാൻ ആ കല്യാണത്തിന് പോയിട്ടില്ല. ആ കല്യാണമായിട്ട് ഞാൻ അത്രയ്ക്ക് ഒരു വീഡിയോ ഞാനും കണ്ടായിരുന്നു. അതിനകത്ത് എൻ്റെ പേരെടുത്ത് പറഞ്ഞതുകൊണ്ടാണ്, മനസ്സിലായില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും മത്സരാർത്ഥി എന്ന് പറയാം, ഇത് എൻ്റെ പേര് ആ വീഡിയോയ്ക്കകത്ത് ആ യൂട്യൂബർ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ പറയുന്നത് ഇത് തന്നെയാണ്. അവരുമായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങൾക്കും അത് ആരോ എഴുതി കൊടുത്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതിനകത്ത് ഓരോരോ പോയിന്റ്സ് വെച്ചിട്ട് പറഞ്ഞത് ആരോ ഇതിൽ നിന്ന്, ആരോ നല്ല ഇതിനകത്ത് വേറെ ആരും ഉണ്ടാവില്ലല്ലോ, കൊടുത്തത് തന്നെയാണ്. ഞാൻ അതിനകത്ത് ഓൾ ഇൻ ഓൾ ആയിട്ട് നിന്ന് ആ കല്യാണം, ആ ഇതിന്റെ ഡ്രസ്സിന്റെ കാര്യമാണെങ്കിലും എനിക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഡിസൈനറാണ്, ഒരു ഡിസൈൻ ഹൗസാണ്. റീമ കല്ലിങ്കൽ മുതൽ ഒത്തിരി പേരുടെ, ഒരുപാട് സെലിബ്രിറ്റീസിന്റെ ഞാൻ ഇപ്പോഴും സ്റ്റൈലിങ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആരുടെ വേണമെങ്കിലും പോയി, പക്ഷെ ഞാനിത് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. ഈ പറഞ്ഞ വ്യക്തിയുടെയോ ഈ വ്യക്തിയുടെ മോളുടെയോ മോൻ്റെയോ പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ കല്യാണത്തിന് പോകും. മിക്കത് ഇപ്പൊ ഈ ഇടയ്ക്ക് തന്നെ ഞാൻ അപർണയുടെ ആണ് ലാസ്റ്റ് പോയ കല്യാണം. അപർണയുടെ കല്യാണത്തിന് ഞാൻ സാരി ഞാനല്ല ചെയ്തത്. അതേസമയം സുരേഷ് ഏട്ടൻ്റെ മോളുടേത് ഞാനാണ് ചെയ്തത്. ഓൾ ഇൻ ഓൾ ആയിട്ട് ഞാൻ അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഇതിന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവരുമായിട്ട് അത്രയ്ക്കെത്തോളം ഒരു ബന്ധമായിരുന്നെങ്കിൽ ഞാൻ അവിടെ പോയി സദ്യ ഉണ്ടായിരുന്നു. ഒരു കല്യാണം എന്തായാലും ഞാൻ വെറുതെ വിടൂല. ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ എന്തടിസ്ഥാനത്താ, അതായത് ഇങ്ങനെയൊക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ത്രെറ്റ് എന്ന് പറഞ്ഞില്ലേ, ഈ ത്രെറ്റ് എന്ന് പറഞ്ഞ് വരുന്നതിനകത്ത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് എനിക്ക് അയച്ചിട്ടുള്ളത്. അത് ഫ്ലാഷ് ചെയ്യും, ഇത് ഫ്ലാഷ് ചെയ്യും. എന്നാ കൊണ്ടുപോയോ,